الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. والسارق والسارقة فاقطعوا أيديهما جزاء بما كسبا نكالا من الله والله عزيز حكيم. فمن تاب من بعد ظلمه وأصلح فإن الله يتوب عليه إن الله غفور رحيم. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്നും തഖ്വ ഉള്ളവരായി ജീവിച്ച് അല്ലാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിന് അവകാശികളായി തീരണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വളരെ കണിശമായി വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെയും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെയും ഏറ്റവും മൗലികമായ പ്രമാണം. ആ മൗലികമായ പ്രമാണത്തിൽ തന്നെ രണ്ട് തരത്തിലുള്ള ആയത്തുകളുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് മുഹ്കമാത്താണ്, മറ്റൊന്ന് മുതശാബിഹാത്താണ്. വളരെ സ്പഷ്ടമായി മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ലാത്ത വിധികൾ ഉൾക്കൊള്ളുന്ന പരാമർശങ്ങളെയാണ്, ആയത്തുകളെയാണ് മുഹ്കമാത്ത് എന്ന് പറയുന്നത്. മുതശാബിഹാത്ത് എന്ന് പറയുന്നത് പരസ്പര സദൃശമായതും പരസ്പര സദൃശമായിട്ടുള്ള ആശയങ്ങൾ വിശദീകരിക്കാവുന്നതുമായ ആയത്തുകളാണ്. മുഹ്കമാത്തായ വളരെ സ്പഷ്ടമായി വിശദീകരിച്ചിട്ടുള്ള ആയത്തുകളുടെ പോലും വിശദാംശങ്ങളിൽ അഭിപ്രായ ഭേദങ്ങൾക്ക് ധാരാളം സാധ്യതകളുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അത്തരത്തിലുള്ള അഭിപ്രായ ഭേദങ്ങൾ ധാരാളം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഓതിവച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കൂ. നമുക്കൊക്കെ പരിചിതമായ ഒരായത്താണ്. വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ. കള്ളനും കള്ളത്തിയും അവരുടെ കരങ്ങൾ നിങ്ങൾ ഛേദിച്ചു കളയുക. ജസാഅം ബിമാ കസബാ. അവർ സ്വയം അധ്വാനിച്ചതിന്റെ, പരിശ്രമിച്ചതിന്റെ, സമ്പാദിച്ചതിന്റെ പ്രതിഫലം എന്നുള്ള നിലയിൽ. നകാലം മിനല്ലാഹ്. ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ള പാഠമാണ്. വളരെ സുതാര്യമായ ഒരായത്താണ്, വളരെ സ്പഷ്ടമായ ഒരായത്താണ്. ആയത്തുകളുടെ കൂട്ടത്തിൽ മുഹ്കമാത്ത് എന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ ആ വിഭാഗത്തിൽ എടുത്തു ചേർക്കാവുന്ന ഒരു സംശയത്തിനും അവകാശമില്ലാത്ത ഒരായത്താണ്. പക്ഷേ ഈ ആയത്തും അതിന്റെ ശേഷമുള്ള ആയത്തും ഒരുപാട് അഭിപ്രായ ഭേദങ്ങൾക്ക് വക നൽകുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മോഷ്ടാവ് മോഷ്ടിക്കുന്ന പുരുഷൻ, മോഷ്ടിക്കുന്ന സ്ത്രീയും
അവരാരാണെങ്കിലും അവരുടെ കൈ ഛേദിച്ചു കളയണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോഴും സംശയമുണ്ടാകുന്നു, ആരുടെ കൈയാണ് ഛേദിക്കേണ്ടത്? ഒരു മുട്ടുസൂചി കക്കുന്നവന്റെ കൈ ഛേദിക്കണമോ? വിശന്ന് വലഞ്ഞപ്പോൾ ഒരാപ്പിൾ മോഷ്ടിക്കുന്നവന്റെ കൈ ഛേദിക്കണമോ? 2ാം ക്ലാസ്സിലെ ഒരു കുട്ടി കൂടെ പഠിക്കുന്ന മറ്റൊരു കുട്ടിയുടെ ബാഗിൽ നിന്ന് ഒരു കഷ്ണം പെൻസിൽ മോഷ്ടിച്ചെടുത്താൽ അവന്റെ കൈ ഛേദിക്കണമോ? എപ്പോഴാണ് കൈ ഛേദിക്കുവാനുള്ള വിധി നടപ്പാക്കേണ്ടത് എന്നുള്ളത് അഭിപ്രായ ഭേദത്തിന് സാധ്യതയുള്ള വിഷയമായി തീരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോഷ്ടാവിന് ശിക്ഷ നടപ്പാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പരിചക്ക് സമാനമായതെങ്കിലും അയാൾ മോഷ്ടിക്കണം. ഒരു പരിച മോഷ്ടിക്കുന്നവന് മാത്രമേ ശിക്ഷ നടപ്പാക്കാവൂ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടി ആ വിഷയത്തിൽ ഒരു വ്യക്തത കിട്ടി. എന്നാൽ ഒരു പരിചയുടെ മൂല്യം എത്രയാണ്? അക്കാലത്തുള്ള പരിച ഇക്കാലത്തുണ്ടോ? അക്കാലത്ത് ഒരു പരിചയ്ക്ക് വില എത്രയായിരുന്നു? ആ പരിച ഇന്ന് പ്രസക്തമാണോ എന്നൊക്കെയുള്ള വിഷയം വീണ്ടും വരുന്നു. ഒരു പരിചക്ക് അന്ന് എത്ര വിലയുണ്ടാകും എന്നതിനെ സംബന്ധിച്ച് സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കൗതുകമുയർത്തുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയുന്നു, 10 ദിർഹം ഉണ്ടാകും ഒരു പരിചക്ക്. ഇബ്നു ഉമർ പറയുന്നു, ഇല്ല, ഒരു പരിചക്ക് അന്ന് 3 ദിർഹമേ ഉണ്ടാവുകയുള്ളൂ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു പരിചക്ക് 5 ദിർഹം ഉണ്ടാകും. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ ദിർഹമിന്റെ കണക്കിലല്ല അത് കണക്കുകൂട്ടുന്നത്, 1/4 ദീനാർ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ കട്ടവന്റെ കൈമുറിക്കണം എന്ന വളരെ സ്പഷ്ടമായ, വളരെ കൃത്യമായ ഒരു കൽപ്പന. പക്ഷേ ആ കൽപ്പന നടപ്പാക്കുന്നിടത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശദീകരണം, ആ വിശദീകരണത്തെ മനസ്സിലാക്കുന്നിടത്തും വ്യാഖ്യാനിക്കുന്നിടത്തും സഹാബികളായ ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ, അനസ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ. വേറെയും ഒരുപാട് അഭിപ്രായ ഭേദങ്ങളുണ്ട്. ചില ആളുകൾ പച്ചക്കറി കട്ടവന് ഈ ശിക്ഷ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വേറെ ചില ആളുകൾ പഴം മോഷ്ടിച്ചവന് ഈ ശിക്ഷ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആഹാര സാധനങ്ങൾ ഒന്നും മോഷ്ടിച്ചാൽ ഈ കൈമുറിക്കുക എന്ന ശിക്ഷ നടപ്പാക്കേണ്ടതില്ല എന്ന് പറയുന്നു. വേറെ ചില ആളുകൾ മൃഗങ്ങളെ മോഷ്ടിച്ചാൽ ഈ ശിക്ഷ നടപ്പാക്കേണ്ടതില്ല എന്ന് പറയുന്നു. പക്ഷികളെ മോഷ്ടിച്ചാൽ ഈ ശിക്ഷ നടപ്പാക്കേണ്ടതില്ല എന്ന് പറയുന്നു. വേറെ ചില ആളുകൾ സംഗീതോപകരണങ്ങൾ മോഷ്ടിച്ചാൽ, വിനോദോപകരണങ്ങൾ മോഷ്ടിച്ചാൽ ഈ ശിക്ഷ നടപ്പാക്കേണ്ടതില്ല എന്ന് പറയുന്നു. ശിക്ഷ നടപ്പാക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഈ ശിക്ഷ നടപ്പാക്കേണ്ടതില്ല എന്ന് മാത്രം. ഓരോ കുറ്റത്തിനും അനുഗുണമായിട്ടുള്ള ശിക്ഷ നടപ്പാക്കാവുന്നതാണ്. പക്ഷേ കൈ ഛേദിക്കുക എന്ന ശിക്ഷ നടപ്പാക്കണമെങ്കിൽ അതിനൊരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളുടെ കാര്യത്തിൽ അഭിപ്രായ ഭേദങ്ങളുണ്ട്. ഒരു കളവ് എവിടെ നിന്ന് നടത്തിയാലാണ് ശിക്ഷ നടപ്പാക്കേണ്ടത്? ഒരാൾ ധാരാളം പച്ചക്കറി കൂട്ടിയിട്ട ഒരു സ്ഥലത്ത്, പച്ചക്കറി വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്വർണ്ണ ചെയിൻ മോഷ്ടിക്കുന്നു. യഥാർത്ഥത്തിൽ സ്വർണ്ണ ചെയിൻ പച്ചക്കറിയുടെ കൂട്ടത്തിൽ വെക്കേണ്ടതല്ല. അങ്ങനെയെങ്കിൽ അയാൾക്ക് ശിക്ഷ നടപ്പാക്കാൻ പാടില്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. കാരണം ഒരു വസ്തു യഥാർത്ഥത്തിൽ എവിടെയാണോ സൂക്ഷിക്കേണ്ടത്, ആ സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിച്ചതിന് ശേഷവും അത് കട്ടാലാണ് മോഷ്ടാവിനുള്ള
കൈ ഛേദിക്കുക എന്ന ശിക്ഷ നടപ്പാക്കേണ്ടത് എന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതിന് ഫിഖ്ഹിന്റെ ഭാഷയിൽ ഹിർസ് മിസിൽ എന്ന് പറയും. അതായത് ഹിർസ് മിസിൽ, ഒരു വസ്തു എവിടെയാണോ സൂക്ഷിക്കേണ്ടത് അവിടെ സൂക്ഷിക്കുക. തേങ്ങാ പാണ്ടികശാലയിൽ അല്ലെങ്കിൽ കൊപ്ര പാണ്ടികശാലയിൽ നെല്ല് സൂക്ഷിച്ചാൽ ആ നെല്ല് അവിടുന്ന് കട്ടുകൊണ്ടുപോയാൽ ശിക്ഷ വേണ്ട എന്നായിരിക്കും അതിന്റെ വിശദീകരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ശിക്ഷ നടപ്പാക്കുന്ന ഘട്ടത്തിൽ മോഷ്ടാവിന് ശിക്ഷ നടപ്പാക്കുവാനുള്ള സാമ്പത്തികമായ വളർച്ച ആ പ്രദേശത്ത് ഉണ്ടായിത്തീർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമായിരുന്നു. ആ മനുഷ്യന്റെ ആഹാരമെന്ന് പറയുന്ന അടിസ്ഥാനാവശ്യം നിർവഹിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഒരു പ്രദേശത്തുണ്ടെങ്കിലേ ആ പ്രദേശത്ത് ഒരു ശിക്ഷ നടപ്പാക്കാവൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു എന്നർത്ഥം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വളരെ സ്പഷ്ടമായ ഖുർആനിൽ ഒരു വിധി, ആ വിധിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസത്തിന് എത്രയെത്ര സാധ്യതകളും എത്രയെത്ര വിശാലതകളുമാണ്. അതുപോലെ തന്നെ സ്പഷ്ടമായ ഒരു വിധിയാണ്, വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി വന്നിട്ടുള്ള വിധിയാണ് അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. വ്യഭിചാരിണിയെയും വ്യഭിചാരിയെയും അവരിൽ ഓരോരുത്തരെയും 100 അടിയടിക്കണം എന്നതാണ് ഈ കൽപ്പന. ഈ കൽപ്പനയുടെ വിഷയത്തിൽ എത്ര അഭിപ്രായ ഭേദങ്ങളാണ്. പൊതുവെ സമുദായം അംഗീകരിച്ചിട്ടുള്ള കാര്യം, ഈ കൽപ്പന നടപ്പാക്കേണ്ടത് വിവാഹിതരല്ലാത്ത ആളുകളിൽ മാത്രമാണ്. വിവാഹിതരാണ് വ്യഭിചരിക്കുന്നതെങ്കിൽ എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും അയാളുടെ ലൈംഗികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സജ്ജമായിട്ടുണ്ടെങ്കിൽ ആ സജ്ജമായിട്ടുള്ളയാൾ അവിഹിത മാർഗം സ്വീകരിക്കുമ്പോൾ ഈ ശിക്ഷ നടപ്പാക്കിയാൽ പോരാ, മറിച്ച് അയാൾക്ക് എറിഞ്ഞുകൊല്ലുക എന്ന വിശുദ്ധ ഖുർആനിൽ നമുക്കിന്ന് വായിക്കാൻ കഴിയാത്ത ശിക്ഷ നടപ്പാക്കണമെന്നാണ് ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതിനവർക്കുള്ള തെളിവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എറിഞ്ഞുകൊല്ലുക എന്ന ശിക്ഷ നടപ്പാക്കിയിരുന്നു. മായിസിന്റെ കാര്യത്തിൽ ആ ശിക്ഷ നടപ്പാക്കിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗാമിദിയയുടെ കാര്യത്തിൽ ആ ശിക്ഷ നടപ്പാക്കിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റസൂലിന്റെയും സഹാബികളുടെയും ചര്യയെടുത്ത് പരിശോധിക്കുമ്പോൾ വേറെയും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഈ ആയത്ത് ഏത് വിഷയത്തിലാണ് ബാധകമായി തീരുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഏത് വിഷയത്തിലാണ് ബാധകമായി തീരുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായ സംഭവങ്ങൾ ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പാണോ, ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണോ? ഈ ആയത്താണോ സ്വീകാര്യമായിട്ടുള്ളത്? ഈ ആയത്തിനേക്കാൾ പ്രബലമായിട്ടുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണോ? ഈ ആയത്തിനെ ഒരു പ്രത്യേക വിധിയിൽ നമ്മൾ പരിമിതപ്പെടുത്തി മറ്റേ വിധിക്ക് വിശാലമായ സാധ്യതകൾ തുറന്നിട്ട് കൊടുക്കുകയാണോ വേണ്ടത്? എന്നിങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ഈ ഗണ്യതമായിട്ടുള്ള വിധിയിലും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രത്യക്ഷത്തിൽ പരസ്പര വിരുദ്ധമെന്ന് തോന്നാവുന്ന 2 സൂക്തങ്ങളുണ്ടാകാം വിശുദ്ധ ഖുർആനിൽ. ആ സൂക്തങ്ങളെ എങ്ങനെ നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാൻ കഴിയും? ഒരു സൂക്തത്തെ ചില വിധികളിൽ പരിമിതപ്പെടുത്തുകയും മറ്റൊരു സൂക്തത്തെ പൊതുവായ വിധി എന്ന് പറയുകയും ചെയ്യാം ഒരു കൂട്ടർക്ക്. എന്നാൽ മറ്റൊരു കൂട്ടർക്ക് രണ്ടാമത് വന്നിട്ടുള്ള വിധിയെ പരിമിതമായ സ്വഭാവത്തിൽ പരിമിതപ്പെടുത്തുകയും ആദ്യത്തെ വിധിയെ പൊതു സ്വഭാവത്തിലുള്ളതാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യാം. അതിനുള്ള പഴുതുകളൊക്കെ വിശുദ്ധ ഖുർആനിലുമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഗണ്യതമായ വിധികളിൽ തന്നെ വിശദാംശങ്ങളിലേക്ക് പോകുന്തോറും അഭിപ്രായ ഭേദങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ആ അഭിപ്രായ ഭേദങ്ങളെയും ഹദീസിന്റെ കാര്യത്തിൽ വന്നിട്ടുള്ള അഭിപ്രായ ഭേദങ്ങളെപ്പോലെ തന്നെ വിശാലതയോടുകൂടി കാണുവാൻ സഹാബികളായ ആളുകൾക്കും താബിയുകളായ ആളുകൾക്കും
താബികളായ ആളുകൾക്കും സലഫ് സാലിഹികളായ ആളുകൾക്കും സാധ്യമായിരുന്നു എന്ന കാര്യമാണ് ചില ഉദ്ധരണികൾ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി അഭിപ്രായ ഭേദങ്ങളെ സംബന്ധിച്ച് ഒരു കൊച്ചു പുസ്തകം രചിച്ചിട്ടുണ്ട്. ആ കൊച്ചു പുസ്തകത്തെ ഇസ്ലാമിക സാഹിത്യ ലോകം അൽ ഇൻസാഫു ലിദ്ദഹ്ലവി എന്നാണ് വിശദീകരിക്കുന്നത്. ഇൻസാഫ് എന്ന ചുരുക്കപ്പേരിലാണ് ആ ഗ്രന്ഥം അറിയപ്പെടുന്നത്. ആ ഗ്രന്ഥം അദ്ദേഹം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മുസ്ലിം സമുദായത്തിലുള്ള അഭിപ്രായ ഭേദങ്ങളെ സംബന്ധിച്ച് ഞാൻ ധാരാളമായി ചിന്തിച്ചു. ആ അഭിപ്രായ ഭേദങ്ങളും ആ അഭിപ്രായ ഭേദങ്ങളോട് എന്റെ തലമുറ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമീപനവും എന്നെ വല്ലാതെ വേദനിപ്പിച്ചപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ചിന്തയിൽ മുഴുകി. വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലും ഞാൻ വലിയ പഠനങ്ങൾ നടത്തി. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടായതെന്നും ആ അഭിപ്രായ ഭേദങ്ങളോട് ഏറ്റവും സന്തുലിതമായിട്ടുള്ള സമീപനം ഏതാണെന്നും ഞാൻ ചിന്തിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ നീതിപൂർവകമെന്ന് തോന്നാവുന്ന ഒരു കാഴ്ചപ്പാട് എന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കുകയും എന്റെ മനസ്സ് അല്ലാഹു തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മനസ്സ് തുറന്നു തന്നതിനനുസരിച്ച് എനിക്ക് ലഭ്യമായിട്ടുള്ള ആശയങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി ഈ ഗ്രന്ഥത്തിന്റെ രചന നടത്തുന്നത്. ആ രചന പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ അത് സമ്മപ്പ് ചെയ്തുകൊണ്ട്, അത് ഉപസംഹരിച്ചുകൊണ്ട് 2-3 പേജ് വരുന്ന ഒരു ഭാഗം അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. വഖദ് കാന ഫിസ് സഹാബത്തി വത്താബിഈന വമൻ ബഅദഹും, സഹാബികളുടെ കൂട്ടത്തിലും താബികളുടെ കൂട്ടത്തിലും അവർക്ക് ശേഷമുള്ള ആളുകളുടെ കൂട്ടത്തിലുമുണ്ടായിരുന്നു മൻ യഖ്റഉൽ ബസ്മല, ബിസ്മി ഓതുന്നവരുണ്ടായിരുന്നു. വമിൻഹും ലാ യഖ്റഉഹ, അവരുടെ കൂട്ടത്തിൽ ബിസ്മി ഓതാത്തവരുണ്ടായിരുന്നു. വമിൻഹും മൻ യജ്ഹറു ബിഹ, അവരുടെ കൂട്ടത്തിൽ ബിസ്മി ഉറക്കെ ഓതുന്നവരുണ്ടായിരുന്നു. വമിൻഹും മൻ ലാ യജ്ഹറു ബിഹ, അവരുടെ കൂട്ടത്തിൽ ബിസ്മി ഉറക്കെ ഓതാത്തവരുണ്ടായിരുന്നു. വകാന മിൻഹും മൻ യഖ്നുതു ഫിൽ ഫജ്ർ, അവരുടെ കൂട്ടത്തിൽ അഥവാ സഹാബികളുടെയും താബികളുടെയും അവർക്ക് ശേഷമുള്ളവരുടെയും കൂട്ടത്തിൽ ഫജ്ർ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നവരുണ്ടായിരുന്നു. വമിൻഹും മൻ ലാ യഖ്നുതു ഫിൽ ഫജ്ർ, അവരുടെ കൂട്ടത്തിൽ ഫജ്ർ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാത്തവരുണ്ടായിരുന്നു. വമിൻഹും മൻ യതവല്ലഉ മിനൽ ഹജാമ വൽരിആഫ് വൽഖൈ, കൊമ്പ് വെച്ചാലും മൂക്കിൽ നിന്ന് വെള്ളം വന്നാലും മുക്കിൽ നിന്ന് രക്തം വന്നാലും ഛർദിച്ചാലും ഒതു എടുക്കണമെന്ന് പറയുന്നവരുണ്ടായിരുന്നു. വമിൻഹും മൻ ലാ യതവല്ലഉ മിൻ ദാലിക, അക്കാരണങ്ങൾ കൊണ്ടൊന്നും ഒതു എടുക്കാത്തവരുമുണ്ടായിരുന്നു. വമിൻഹും മൻ യതവല്ലഉ മിൻ മസ്സിദ് ദക്കരി വമസ്സിൻ നിസാഇ ബിശഹ്വ വമിൻഹും മൻ ലാ യതവല്ലഉ മിൻ ദാലിക, അവരുടെ കൂട്ടത്തിൽ ലൈംഗിക അവയവം തൊട്ടാൽ, സ്ത്രീകളെ തൊട്ടാൽ ഒന്നു മുറിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു, ഒന്നു മുറിയുകയില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു. വമിൻഹും മൻ യതവല്ലഉ മിമ്മാ മസ്സതുഹുൻ നാറു വമിൻഹും മൻ ലാ യതവല്ലഉ മിൻ ദാലിക, വേവിച്ച എന്തെങ്കിലും സാധനം തിന്നാൽ ഒതു എടുക്കണമെന്ന് ഷാഠ്യമുള്ളവരുണ്ടായിരുന്നു, അങ്ങനെ ഒതു എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചവരുണ്ടായിരുന്നു. വമിൻഹും മൻ യതവല്ലഉ മിൻ അക്ലി ലഹ്മിൽ ഇബ്ലി വമിൻഹും മൻ ലാ യതവല്ലഉ മിൻ ദാലിക, ഒട്ടകത്തിന്റെ മാംസം തിന്നാൽ ഒതു എടുക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ടായിരുന്നു, ഒതു എടുക്കാത്തവരുണ്ടായിരുന്നു. മഴഹാദ, ഇതെല്ലാമുള്ളതോടൊപ്പം തന്നെ ഫകാന ബഅ്ളുഹും യുസല്ലി ഖൽഫ ബഅദ്, അവരിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ പിന്നിൽ നമസ്കരിച്ചിരുന്നു. മിസ്ലമാ കാന അബൂ ഹനീഫ വഅസ്ഹാബുഹു വശാഫി വഗൈറുഹും റളിയല്ലാഹു അൻഹും യുസല്ലൂന ഖൽഫ അഇമ്മത്തിൽ മദീന മിനൽ മാലികിയ്യ വഗൈരിഹിം വഇൻ കാനൂ ലാ യഖറഊനൽ ബസ്മല ലാ സിർറൻ വലാ ജഹ്റൻ. അബൂ ഹനീഫയും അദ്ദേഹത്തിന്റെ അനുയായികളും ഇമാം ഷാഫിയും മറ്റുള്ളവരും മദീനയിലെ
മാലിക്കി മദ്ഹബിൽപ്പെട്ട ആളുകളുടെ പിന്നിൽ നമസ്കരിക്കുമായിരുന്നു. വഇൻ കാനൂ ലാ യഖറഊനൽ ബസ്മല, ഈ മാലിക്കികളായ ആളുകൾ, മദീനക്കാരായ ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതാറേ ഉണ്ടായിരുന്നില്ല. ഉറക്കെ ഓതാറുണ്ടായിരുന്നില്ല എന്നല്ല, ഓതാറേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓതാതിരുന്ന ആളുകളുടെ പിന്നിൽ ഷാഫിയും അനഫിയും അവരുടെ ആളുകളും നിന്ന് നമസ്കരിക്കുമായിരുന്നു. ലാ യഖറഊനൽ ബസ്മല സിർറൻ വലാ ജഹ്റൻ, രഹസ്യമായും ഓതാറുണ്ടായിരുന്നില്ല, പരസ്യമായും ഓതാറുണ്ടായിരുന്നില്ല. വസല്ല റഷീദ് ഇമാമൻ വഖദ് ഇഹ്തജമ ഫസല്ലൽ ഇമാം അബൂ യൂസുഫ് ഖൽഫഹു, കൊമ്പ് വച്ചവനായ നിലയിൽ ഹാറൂൻ അർ റഷീദ് ഇമാമായി നമസ്കരിച്ചു. ആ ഇമാമിന്റെ പിന്നിൽ ഖാലി അബൂ യൂസുഫ് നമസ്കരിച്ചു. വലം യൗദ്, ആ നമസ്കാരം അദ്ദേഹം ആവർത്തിച്ചില്ല. കൊമ്പ് വെച്ചവൻ ആ പ്രക്രിയ പൂർത്തീകരിച്ചതിന് ശേഷം, ഒതുവെടുത്തതിന് ശേഷം മാത്രമേ നമസ്കരിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്നയാളായിരുന്നു അബൂ യൂസുഫ്. പക്ഷേ ഹാറൂൻ അർ റഷീദിന്റെ പിന്നിൽ നമസ്കരിക്കുവാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഉണ്ടായില്ല. നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പടച്ച തമ്പുരാനെ, എന്റെ നമസ്കാരം ബാത്തിലായല്ലോ എന്ന് വിചാരിച്ച് സൈഡിലേക്ക് മാറി നിന്ന് വേറെ ഒരു നമസ്കാരം നമ്മുടെ പല ആളുകളും ചെയ്യുന്നത് പോലെ അദ്ദേഹം നിർവഹിച്ചില്ല എന്നാണ് ഷാ വലിയുല്ലാഹി ദഹ്ലവി പറയുന്നത്. ഫഖീല ലഹു ഫഇൻ കാനൽ ഇമാമു ഖദ് ഖറജ മിൻഹു ദം വലം യതവല്ല ഹൽ തുസല്ലി ഖൽഫഹു, ഇമാം അബൂ യൂസുഫിനോട് ചോദിച്ചു, അല്ല, ഒരാളുടെ ശരീരത്തിൽ നിന്ന് ധാരാളമായി രക്തം വന്നു, എന്നിട്ട് അദ്ദേഹം ഒളുവെടുക്കാതെ നമസ്കരിച്ചു, താങ്കൾ ആ നമസ്കാരക്കാരന്റെ പിന്നിൽ നമസ്കരിക്കുമോ? ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇമാമിന് ഒളുവില്ല. അങ്ങനെ ഒളുവില്ലെന്ന് നിങ്ങൾ കരുതുന്ന ഒരാളുടെ പിന്നിൽ നമസ്കരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഇമാം അബൂ യൂസുഫിന്റെ മറുപടി വളരെ മനോഹരമായിട്ടുള്ള ഒരു മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞു, കൈഫ ലാ ഉസല്ലി ഖൽഫൽ ഇമാമി മാലിക് വ സഈദ് ഇബ്നുൽ മുസയ്യിബ്, എങ്ങനെയാണ് ഞാൻ ഇമാം മാലിക്കിന്റെ പിന്നിൽ നമസ്കരിക്കാതിരിക്കുക? ഇമാം മാലിക്കിന്റെ പിന്നിൽ ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കാതിരിക്കുക? അതുപോലെ തന്നെ സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ പിന്നിൽ ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കാതിരിക്കുക എന്ന് ഇമാം അബൂ യൂസുഫ് ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പെരുന്നാൾ നമസ്കാരത്തിൽ തക്ബീർ ചൊല്ലണം എന്ന് അഭിപ്രായമുള്ളവരുണ്ട്, തക്ബീർ ചൊല്ലണ്ട എന്ന് അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. വറുവിയ അന്ന അബാ യൂസുഫ് വ മുഹമ്മദ്, അബൂ യൂസുഫും മുഹമ്മദും രണ്ടുപേരും വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്, മുജ്തഹിദുകളാണ്, സ്വന്തമായി അഭിപ്രായം രൂപീകരിക്കുവാനുള്ള കെൽപ്പുള്ളവരാണ്. ഈ രണ്ടുപേരെ കുറിച്ചും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, കാനാ യുകബ്ബിറാനു ഫിൽ ഐദൈൻ തക്ബീർ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് തക്ബീർ ചൊല്ലുന്നത് പോലെ പെരുന്നാൾ നമസ്കാരത്തിൽ ഈ രണ്ട് ആളുകളും തക്ബീർ ചൊല്ലുമായിരുന്നു. അങ്ങനെ തക്ബീർ ചെല്ലണമെന്ന് ഈ രണ്ടാളുകൾക്കും അഭിപ്രായമുണ്ടായിരുന്നില്ല. പക്ഷേ പെരുന്നാൾ നമസ്കാരത്തിൽ ഇവർ രണ്ടുപേരും ഇബ്നു അബ്ബാസ് വിശദീകരിച്ച രൂപത്തിൽ തക്ബീർ ചൊല്ലുമായിരുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലിഅന്ന ഹാറൂൻ അർ റഷീദ് കാന യുഹിബ്ബു തക്ബീറ ജദ്ദിഹി, സ്വന്തം പിതൃവ്യനായ, അതായത് പ്രപിതാക്കളിൽ ഒരാളായ ഇബ്നു അബ്ബാസ് തക്ബീർ ചൊല്ലുന്നത് പോലെ തക്ബീർ ചൊല്ലണമെന്ന് ഹാറൂൻ റഷീദ് ആഗ്രഹിക്കുമായിരുന്നു. അതുകൊണ്ട് ഹാറൂൻ റഷീദിന്റെ ഭരണത്തിൽ, ഒരുപക്ഷേ ഹാറൂൻ റഷീദ് പിന്നിലുള്ള സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഹാറൂൻ റഷീദിന്റെ വിധി നടപ്പുള്ള കാലഘട്ടത്തിൽ ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട്, ഹാറൂൻ അർ റഷീദിന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഈ അബൂ യൂസുഫും മുഹമ്മദും രണ്ടുപേരും റഹിമഹുമല്ലാഹ്, അവർ രണ്ടുപേരും തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പണ്ഡിതന്മാർ, ഈ മദ്ഹബിന്റെ ഇമാമികൾ, ഈ മുജ്തഹിദുകളായ വീരാത്മാക്കളായിട്ടുള്ള ആളുകൾ, അവർ ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാന സംഭവം ചരിത്രത്തിൽ ധാരാളമായി ഉദ്ധരിക്കുന്നത്, വസല്ല ഷാഫി റഹ്മഹുല്ലാഹ്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സല്ല സുബ്ഹ്, അദ്ദേഹം സുബ്ഹ് നമസ്കരിച്ചു.
ഖരീബൻ മിൻ മഖ്ബറത്തി അബി ഹനീഫ റഹിമഹുല്ലാ, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിടത്തിന്റെ അടുത്തുവെച്ച് നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ആ ഖബറിടമുള്ള ആ നാട്ടിൽ, ആ പ്രദേശത്ത് വെച്ച് നമസ്കരിച്ചു. ഫലം യഖ്നുത്, അദ്ദേഹം ഖുനൂത്ത് ഓതിയില്ല. അതായത് ഷാഫിയുടെ അഭിപ്രായം, ഇമാം ഷാഫിയുടെ അഭിപ്രായ പ്രകാരം ഫജ്റിന്റെ നമസ്കാരത്തിൽ ഖുനൂത്തുണ്ട്. നമ്മൾ മലബാറുകാരായ മുസ്ലിങ്ങൾ ധാരാളമായി ഫജ്റിന്റെ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നത് ഇമാം ഷാഫി അങ്ങനെ ഒരു നയം സ്വീകരിച്ചു, ഒരു രീതി സ്വീകരിച്ചു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ നമ്മളെ അധിക പേരും ഖുനൂത്ത് ഓതുന്നത്. പക്ഷേ ഇമാം ഷാഫി എന്ത് ചെയ്തു? അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിന് തൊട്ടടുത്തെത്തിയപ്പോൾ, ഫജ്ർ നമസ്കാരത്തിന് സമയമായി നമസ്കരിച്ചപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് ഖുനൂത്ത് ഓതിയില്ല. തഅദ്ദുബൻ മാഹു, അതിന്റെ ന്യായീകരണം എന്താണ്? ഞാനിപ്പോൾ നമസ്കരിക്കുന്നത് ഇമാം അബൂ ഹനീഫയുടെ നാട്ടിൽ വെച്ചാണ്. ഇമാം അബൂ ഹനീഫയുടെ വളരെ ശക്തമായ അഭിപ്രായം ഫജ്റിന്റെ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതേണ്ടതില്ല എന്നായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇതാ ഇവിടെ വെച്ച് ഖുനൂത്ത് ഓതുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുക മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു وقال ايضا رب من حضرنا الى مذهب اهل العراق, ചില സന്ദർഭത്തിൽ ഇറാഖുകാരായ ആളുകളുടെ മദ്ഹബിലേക്ക് നാം ഇറങ്ങി വരും. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഫിഖ്ഹിന്റെ കാര്യത്തിൽ വമ്പിച്ച കണിശത പുലർത്തുന്ന ആളുകൾ പോലും ഫിഖ്ഹിന്റെ ഈ വിശാലതയുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മൾ വേജാറാവേണ്ടതില്ല. നമ്മുടെ പൂർവസൂരികളായ പണ്ഡിതന്മാരുടെ രീതി തന്നെയാണ് നാം സ്വീകരിക്കുന്നത്. ഭാര്യയെ തൊട്ടാൽ ഒളുമുറിയുമെന്ന് വിചാരിക്കുന്നവർ, സ്ത്രീകളെ തൊട്ടാൽ ഒളുമുറിയുമെന്ന് വിചാരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. പരമ്പരാഗത മുസ്ലിങ്ങളെല്ലാം ആ കൂട്ടത്തിൽ പെടുന്നവർ തന്നെയാണ്. അവർ മദ്രസകളിൽ വെച്ച് ധാരാളമായ അത് പഠിക്കുന്നുണ്ട്. മാത്രമല്ല വഴലുകളിൽ പഴയ തലമുറയെ പണ്ഡിതന്മാർ അവർ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഷാഫി മദ്ഹബിനെ പൂർണ്ണമായ അർത്ഥത്തിൽ, അക്ഷരത്തിലും അർത്ഥത്തിലും പിന്തുടരുന്നവരാണവർ. പക്ഷേ ഇതേ ആളുകൾ തന്നെ തവാഫിനു വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അവരുടെ ഗൈഡ്, അയാൾ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, ഷാഫി മദ്ഹബിൽ എത്ര വലിയ ശക്തിയുള്ളയാളാണെങ്കിലും, അയാളുടെ കൂടെയുള്ള ആളുകളോട് അയാൾ പറയും, ഇതാ നാം മതാഫിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള പെണ്ണുങ്ങളെ തൊട്ടാൽ ഒളുമുറിയും എന്നുള്ള ഒരു വിധി നടപ്പാക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങിയാൽ തവാഫിന് ഇറങ്ങാനേ ഒഴിവുണ്ടാവൂ. ഇറങ്ങുമ്പോഴേക്ക് ഒളുമുറിയും, വീണ്ടും ഒളുവെടുക്കാൻ വേണ്ടി പോണം. തിരിച്ചു വരുമ്പോൾ ഒരു തവാഫ് പൂർത്തിയാകുന്നതിന് മുമ്പ് വീണ്ടും ഒളുമുറിയും, വീണ്ടും ഒളുവെടുക്കാൻ വേണ്ടി പോണം. അങ്ങനെ ഹജ്ജ് കഴിയുന്നത് വരെ കാത്തു നിന്നാലും സ്ത്രീകളെ തൊടാതെ 7 പ്രാവശ്യം തവാഫ് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ മറ്റൊരു മദ്ഹബിലേക്ക് മാറുകയും ആ മദ്ഹബിന്റെ വിശ്വാസമനുസരിച്ച് പെണ്ണുങ്ങളെ തൊട്ടാലും സ്വന്തം ഭാര്യയെ തൊട്ടാലും ഒളുമുറിയുകയില്ല എന്ന ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തുകയും വേണം. അതുകൊണ്ടാണ് ഭാര്യമാരിയായിട്ട് ഹജ്ജിന് പോകുന്ന ആളുകള് ഭാര്യയെ സാധാരണഗതിയിൽ തൊട്ടാൽ ഒളുമുറിയും എന്ന് വിചാരിക്കുന്നവർ തന്നെ ഭാര്യയെ ഒരു കൈകൊണ്ട് ഉറുപ്പടക്കി പിടിച്ചിട്ട് അവരെയും കൂട്ടിക്കൊണ്ടാണ് കൂട്ടം തെറ്റിപ്പോകും എന്നുള്ളതിലേക്ക് തവാഫ് നിർവഹിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഫിഖ്ഹിന്റെ ഈ വിശാലതയെയാണ്, അതിന്റെ സൗകര്യത്തെയാണ് നാം ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കണം. എന്റെ അഭിപ്രായം മാത്രമാണ് ശരി, അത് എല്ലാവരും അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ള യാതൊരു കാഴ്ചപ്പാടും ആദ്യകാല പണ്ഡിതന്മാർക്ക് ഉണ്ടാകുമായിരുന്നില്ല. മൻസൂർ അല്ലെങ്കിൽ ഹാറൂൻ റഷീദ്, ഇവർ രണ്ടിലൊരാൾ ഇമാം മാലിക്കിനോട് പറഞ്ഞു, മക്കയിൽ വന്ന് മാലിക്കിനോട് സഹവസിച്ച് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഇവർ പറഞ്ഞു, അല്ലയോ മാലിക്, താങ്കൾക്കൊരു കാര്യം ചെയ്യാം.
താങ്കൾ തയ്യാറാക്കിയുള്ള മുഅത്ത എന്ന് പറയുന്ന പുസ്തകമുണ്ടല്ലോ, ആ പുസ്തകം നിങ്ങൾ എനിക്ക് തരിക. ഞാനതിന്റെ ധാരാളം കോപ്പികൾ എടുത്ത് നാടിന്റെ നാനാഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യാം. ഇനി മുതൽ ഇതനുസരിച്ച് മാത്രമേ ആളുകൾ ചലിക്കാവൂ എന്ന് ഒരു തീരുമാനവും എടുക്കാം. എന്നാൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിലുള്ള അഭിപ്രായ ഭേദങ്ങളെ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ എന്ന് ഭരണാധികാരി ഇമാം മാലിക്കിനോട് പറഞ്ഞു. അപ്പോൾ ഇമാം മാലിക്കിന്റെ മറുപടി നിങ്ങൾ കേൾക്കൂ. യാ അമീറൽ മുഅ്മിനീൻ ലാ തഫ്അൽ ഹാദാ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഇത് ചെയ്യരുത്. ഫഇന്നന്നാസ ഖദ് സബഖത് ഇലൈഹിം മഖാവീലു, മനുഷ്യന്മാർക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ വന്ന് ലഭിച്ചിട്ടുണ്ട്. വസമിഉ അഹാദീസ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് വചനങ്ങൾ അവർ കേട്ടിട്ടുണ്ട്. വറവൗ റിവായാത്തിൻ, ഒരുപാട് റിവായത്തുകൾ, ഒരുപാട് ഉദ്ധരണികൾ അവർ പരസ്പരം കൈമാറ്റം ചെയ്തിട്ടുണ്ട്. വഅഖദ കുല്ലു ഖൗമിൻ ബിമാ സബഖ ഇലൈഹിം വദാനൂ ബിഹി, ഓരോ സമൂഹവും ഓരോ സമൂഹികയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മുസ്ലിം കമ്മ്യൂണിറ്റികളും കൂട്ടങ്ങളും അവരുടെ കയ്യിൽ എന്താണോ ലഭ്യമായത് അതവർ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വദാനൂ ബിഹി, അതവർ അംഗീകരിച്ചിട്ടുണ്ട്. മിൻ ഇഖ്തിലാഫിന്നാസ്, ജനങ്ങളുള്ള വൈവിധ്യത്തോടൊപ്പം തന്നെ. ഫദഅന്നാസ്, താങ്കൾ ജനങ്ങളെ വിട്ടേക്കുക, അവർ അവരുടെ രീതി അനുസരിച്ച് അമൽ ചെയ്യട്ടെ. വമഖ്താറ അഹ്ലു കുല്ലി ബലദിൻ മിൻഹും ലി അൻഫുസിഹിം, ഓരോരുത്തരും അവരവർക്ക് വേണ്ടി ഏത് രീതിയാണോ അവലംബിച്ചിട്ടുള്ളത് ആ രീതി അവലംബിക്കാൻ അവരെ വിട്ടേക്കുക, അതിൽ താങ്കൾ ഇടപെടേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം എന്ന് ഇമാം മാലിക് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ അഭിപ്രായ വൈവിധ്യങ്ങളോടൊപ്പമുള്ള ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ച ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് തന്നെയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമീങ്ങളായ ആളുകളുടെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് തന്നെയാണ് സലഫുസ്സാലിഹീങ്ങളുടെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് തന്നെയാണ് നമുക്കും അവലംബിക്കാൻ നല്ല കാഴ്ചപ്പാട്. നമ്മുടേതുപോലുള്ള ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിനകത്ത് ഇത്തരത്തിലുള്ള വലിയ വിശാലതകൾ പ്രചരിപ്പിക്കേണ്ടത് വളരെ ആവശ്യമായി തീർന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത്രയും ഭാഗങ്ങൾ നിങ്ങളെ ഉണർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഏറ്റവും ശരിയായ വഴിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നയിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.